ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നോക്കാൻ പോകുന്നത് ഒക്ടോബർ മന്ത് റീഡിംഗ് ആണ്. എന്തൊക്കെ സന്തോഷങ്ങളാണ് പുതിയ മാസത്തിൽ നിങ്ങളിലേക്ക് വരുന്ന സൗഭാഗ്യങ്ങളാണ്, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുമോ, അതൊക്കെയാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഇനി ഞാൻ 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് പൈൽ, ഇത് സെക്കൻഡ് പൈൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്തോളൂ. സെലക്ട് ചെയ്ത് കാണുമല്ലോ. നമുക്ക് ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തവരുടെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോകാം. അവിടെ ഇരിക്കട്ടെ. റീഡിംഗിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഈ റീഡിംഗ് ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തവർക്ക് എന്തൊക്കെയാണ് സന്തോഷങ്ങൾ വരാൻ പോകുന്നത്. ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് എന്ത് സന്തോഷങ്ങളാണ് വരാൻ പോകുന്നത്. Two of Pentacles ആണ് വന്നിരിക്കുന്നത്. The Star. വളരെയധികം സന്തോഷകരമായ എനർജിയാണല്ലോ. King of Pentacles. Two of Cups. The Hermit. Three of Wands. King of Swords. Knight of Pentacles ഉണ്ട്, അതുപോലെ സൺ വന്നിട്ടുണ്ട്. The Hierophant. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 3 of Swords ആണ്. ഇവിടെ പലരും ഹൃദയമുറിപ്പെട്ട വേദന അനുഭവിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. വല്ലാത്ത മാനസികാവസ്ഥയിൽ ഒരുപാട് വിഷമം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് സാരമല്ല, ഇതൊരു മൈനർ അർക്കാന കാർഡല്ലേ. ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ കഴിയുന്ന ഒന്നാണ്. എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും, അങ്ങനെ ഒരു മോചനം നേടാൻ സാധിക്കും. ഇവിടെ ഒരുപാട് സ്നേഹിച്ച വ്യക്തികളാണ്. അപ്പോൾ അതിൽ നിന്നുമുള്ള പ്രശ്നങ്ങൾ നിമിത്തമാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള വേദന അനുഭവിക്കുന്നത്. തമ്മിൽ പരസ്പരം എന്തെങ്കിലുമൊക്കെ സംസാരം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സംസാരത്തിൽ നിന്നും ചിലർക്കൊന്നും ചെറിയ നിസാര കാര്യങ്ങൾ മതി മാനസികമായിട്ട് ഒരുപാട് വിഷമം അനുഭവിക്കാൻ. ചിലർക്ക് എത്രമാത്രം ഉണ്ടെങ്കിലും അത് സഹിക്കാനുള്ള കഴിവുണ്ടാവും. അത്തരത്തിലുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അതല്ല, അഥവാ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമാണ്, ചിലപ്പോൾ ചില അനാരോഗ്യകരമായ അവസ്ഥ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ സെപ്പറേഷൻ ആയിരിക്കാം. അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാവാം. 3 of Swords ആണ്. ഇനി നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരു പാർട്ടി, തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതും നിമിത്തവും നിങ്ങൾക്ക് ഈ ഒരു വിഷമം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ? 2 of Pentacles ആണ് വന്നിരിക്കുന്നത്. 2 of Pentacles എന്ന് പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്തു പോകാനുള്ള മാർഗം നിങ്ങൾ നോക്കുകയാണ്.
ഒരു ചോയ്സ് നോക്കുകയാണ് ഇവിടെ. എന്തൊക്കെ 2 പ്രശ്നങ്ങളുണ്ട്, 2-3 പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. സാമ്പത്തികപരമായ പ്രശ്നമാണ്. അതിനെ നിങ്ങൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്ന് നോക്കുകയാണ് ഇവിടെ. അത് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒന്നിന് പ്രയോറിറ്റി ഉണ്ടായിരിക്കാം, പക്ഷെ മറ്റേത് എന്താവും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഇവിടെ നോക്കുന്നത്, ആലോചിച്ചിരിക്കുന്നത്. എല്ലാം ആലോചിച്ചിരിക്കുകയാണ് നിങ്ങൾ. സാമ്പത്തികപരമായ 2 കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ചിന്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ മനസ്സൊന്ന് കൺഫ്യൂസ്ഡ് ആണ് എന്ന് കാണുന്നുണ്ട്. ഭൂമിപരമായ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ. അത് വീട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കാനോ അങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതിലുള്ള ഒരു ആലോചനയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിന്ന് തീർച്ചയായിട്ടും ഈ ഒരു മൈൻഡിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങളൊക്കെയും സാധ്യമാകുന്ന എനർജിയാണ് അടുത്തതായി വന്നിരിക്കുന്നത്. ദ സ്റ്റാർ ആണ്. സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സാമ്പത്തികം ഒക്കെ മെച്ചപ്പെടുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ ആകാശത്തിലെ ഒരു താരമായിട്ട് നിങ്ങൾക്ക് തിളങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു എന്നും ഇവിടെ പറയാം. ഇവിടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ ആണ്. അതുപോലെ തന്നെ അക്വേറിയസ് ആണ്. ഇവിടെ പെന്റക്കിൾ എർത്ത് സൈൻ ആണ്. ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജിയാണ്. അപ്പോൾ ഇവിടെ സ്റ്റാർ എന്നുള്ള പദവി, അപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരുപാട് നിങ്ങൾക്ക് ഒന്ന് തിളങ്ങാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ അതിന് മാത്രമേ എഫോർട്ട് എടുത്തിട്ടുണ്ടായിരിക്കാം. ഇവിടെ കണ്ടില്ലേ, അടുത്തായിട്ട് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. സാമ്പത്തികപരമായി ഒരുപാട് ഉയരങ്ങളിലേക്ക് വരുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ. ഒരുപാട് സാമ്പത്തികം നേടിയിട്ട് ഒരു കിങ്ങിനെ പോലെ കഴിയാനുള്ള എനർജി ഇവിടെ വന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്റ്റാർ ആവാൻ പറ്റുമല്ലോ, അല്ലെ? അപ്പോൾ ഈ ഒരു സ്റ്റാർ എന്നുള്ള പദവി നിങ്ങളിലേക്ക് വരുന്നത് തന്നെ ഇവിടെ ഈ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയുമ്പോഴാണ്, അല്ലെ? വെറുതെ ഒന്നും ആരും സ്റ്റാർ ആവത്തില്ല, ആരും താരമാവത്തില്ല. പിന്നെ മറ്റു ചില കഴിവുകൾ, നിങ്ങളിപ്പോൾ എന്തെങ്കിലും കഴിവിന് വേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരുന്നുണ്ടാവാം. ചിലപ്പോൾ സിംഗർ ആവാൻ, അല്ലെങ്കിൽ ഡാൻസർ ആവാൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ഒരുപാട് ദൈവികമായ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കൊടുത്തിട്ട് അതിലൂടെ മുന്നോട്ട് വരാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവാം. ആ ഒരു കാര്യങ്ങളിലൂടെ, അത്തരം കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെയുള്ളത്. അതല്ല, ഒരുപാട് സാമ്പത്തികം നേടാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ജോലി, അതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സമ്പത്തിന്റെ രാജാവാകാൻ കഴിയുന്നു. അല്ല എങ്കിൽ ഒരുപാട് ധനം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു, സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ തമ്മിൽ കൂടിച്ചേരുന്ന ഒരു എനർജിയാണ്. അതല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ ഇവിടെ വിവാഹം നടക്കുന്ന എനർജിയുണ്ട്. പുതിയതായിട്ട് ലവ് പ്രപ്പോസ് ചെയ്യുന്ന എനർജിയുണ്ട്. അത്രമാത്രം സ്നേഹിച്ചവരെ പിരിഞ്ഞുപോയി അവർ തിരികെ വരുന്നു. വീണ്ടും നിങ്ങൾ ഒന്നിച്ച് നല്ലൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്ന എനർജി ഇവിടെ ഉണ്ട്. 2 ഓഫ് കപ്സ് എന്ന കപ്പ് വാട്ടർ സൈൻ ആണ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പോൾ ഇവിടെ ഒരുപാട് ആവേശത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി കാത്തിരുന്ന ഒരു ദിവസമായിരിക്കാം. നിങ്ങൾ പിരിഞ്ഞു പോയവർ തിരികെ വരാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു പ്രയോജനം ലഭിക്കുകയാണ്, അവിടെ നിങ്ങൾക്കൊരു റിസൾട്ട് ലഭിക്കുന്നു, ഹാപ്പിനെസ്. ഇവിടെ ഒരുപാട് ഹാപ്പിനെസ് അനുഭവിക്കാൻ സാധിക്കുന്നു, അതിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള സ്നേഹം, റൊമാൻറ്റിക് ലവ് ആണ് ഇവിടെ ലഭിക്കുന്നത്. ദൈവികമായ ഒരു റൊമാൻറ്റിക് ലവ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ്. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന, പരസ്പരം റെസ്പെക്ട് ചെയ്ത്, പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ബന്ധം ഒരുപാട് കാലം നിലനിൽക്കും. പരസ്പരം ഹീല് ചെയ്യുക, മനസ്സിലായില്ല? അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബന്ധത്തിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കാലം സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ലൈഫ് മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ആർക്കേഞ്ചൽ റാഫേലിന്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നും കാണുന്നു. റാഫേൽ ചെയ്യുന്ന എന്താണ്? ഹീലിംഗ് ആണ്. ഹീലിംഗിന്റെ മാലാഖയാണ് ആർക്കേഞ്ചൽ റാഫേൽ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ലൈഫിലൂടെ മുന്നോട്ട് പോകാൻ വളരെയധികം സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതിനുള്ള എനർജി നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു മന്ത് നിങ്ങൾക്ക് അതിനുള്ള മാസമാണ് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ ഹെർമിറ്റാണ്. പലരും പല കാര്യങ്ങളിലും ഇവിടെ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു സന്യാസ മൂടാണ്. സന്യാസ മൂടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ദൈവികപരമായ കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുന്ന ഒരു എനർജിയാണ്. മനസ്സിലായല്ലോ? ഒരു ചുറ്റിനുമുള്ള ആൾക്കാരെയൊക്കെ മനസ്സിലാക്കി, ഇനി എനിക്ക് ആരോടും സഹകരണം വേണ്ട,
അങ്ങനെ മനസ്സിലായി കഴിഞ്ഞിട്ട് പല കാര്യങ്ങളിലും ഒറ്റയ്ക്ക് മുന്നോട്ട് പോവുക, ആരെയും കൂട്ടുപിടിക്കാതെയുള്ള ഒരു ജീവിതത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ആരെയും കൂട്ടുപിടിക്കാതെ ഒരുപാട് ആൾക്കാരെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെയും ഇവിടെ എന്താണ് ലഭിക്കുന്ന? മനസമാധാനം ലഭിക്കുന്നുണ്ട്. ഉൾവിളികളെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇവിടെ നല്ല ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നു. ദൈവികമായ ആ ഒരു പ്രകാശത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് മനസമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നു. അതുപോലെ 3 of Wands ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ 3 of Wands എന്ന് പറയുമ്പോൾ ഇവിടെ വാൺസ് ഓഫ് ഫയർ സൈൻ ആണ് ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ നല്ല കോൺഫിഡന്റ് ആയിട്ടുണ്ട് നിങ്ങളിൽ പലരും. കാരണം എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ വേണ്ടിയുള്ള കാത്തുനിൽപ്പാണ്. ഒന്നുകിൽ വിദേശത്തേക്കാവാം, അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരെങ്കിലും ചിലപ്പോൾ കാത്തു നിൽക്കുകയാവാം, മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പഠിക്കാൻ വേണ്ടി പോവുകയാവാം, എന്തിനായാലും ശരി ജോലിക്ക് പോവുകയാവാം. ഏതൊരു കാര്യത്തിന് നിങ്ങൾ ഇപ്പോൾ പോയാലും അത് നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം തരുന്നു. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾ അതിനുവേണ്ടി എഫർട്ട് എടുത്തിട്ടുണ്ട്, അതിനുവേണ്ട കാര്യങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ട എന്തെല്ലാം വേണമോ, എന്തെല്ലാം ഗവേഷണങ്ങളും പഠനങ്ങളും വേണമോ, എന്തെല്ലാം സെർച്ച് ചെയ്ത് പഠിക്കാമോ, എന്തെല്ലാം ആരെയെല്ലാം കണ്ട് ആ കാര്യത്തിലേക്ക് വേണ്ടി ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ, അതെല്ലാം നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ചെയ്തു വെച്ചിട്ട് നിങ്ങൾ യാത്രയ്ക്കായി കാത്തു നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി കൊണ്ട് തരുന്നതാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഫ്രീഡം കിട്ടുന്ന ഒരു എനർജി, അതിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു എന്തിനാണോ നിങ്ങൾ ലക്ഷ്യമാക്കി നിൽക്കുന്നത് അതിനായിട്ട് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ലഭിക്കും. അതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സക്സസ് ആണ് ലഭിക്കുന്നത്, ഫ്രീഡം ലഭിക്കുന്നുണ്ട്. ആ ഒരു ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ സാധിക്കുന്നു, സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നു. ഇവിടെ കിങ് ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. എന്ത് പ്രതിസന്ധികൾ വന്നാലും വീണ്ടും പിന്നെയും നിങ്ങൾക്ക് അതിനെയൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് അതോറിറ്റി പവർ കൈവരുന്നുണ്ട്, അധികാരഭാവം കൈവരുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങൾ പറയുന്നത് അനുസരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ആദരവ് നേടാൻ സാധിക്കുന്നു. അതുപോലെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് മറു രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ, പഠിച്ചുകൊണ്ട് മണി ഏൺ ചെയ്യാൻ ഒക്കെയും ഇവിടെ സാധിക്കുന്നു എന്നുള്ളത് വേണം ഇവിടെ പറയാൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നു, നല്ലൊരു പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ, നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള കാര്യങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം, അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും അതിനുവേണ്ടി നിങ്ങൾ എഫർട്ട് എടുക്കുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ വിദേശത്തു നിന്ന് നിങ്ങൾക്ക് ആരെങ്കിലും സാമ്പത്തികം തരുന്നതാവാം, ആരെങ്കിലും നിങ്ങൾക്ക് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാവാം, ആരെങ്കിലും നിങ്ങളെ അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു എനർജിയും ഉണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ദൈവത്തെ പോലെ നിങ്ങൾ കരുതിയിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു ദൈവദൂതൻ തന്നെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരുന്നതായിട്ട് കാണുന്നുണ്ട് ചില സാമ്പത്തികപരമായ ചില കാര്യങ്ങളിൽ. അതുപോലത്തെ സണ്ണാണ് പിന്നീട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വിക്ടറി ആൻഡ് സക്സസ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു പ്രകാശം നിറഞ്ഞ ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കും. ഇവിടെ ഹാപ്പിനെസ് ധാരാളമായി അനുഭവിക്കുന്ന ഒരു എനർജിയാണ്. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരാഴ്ചക്കകം നിങ്ങൾക്ക് ഏതെങ്കിലും നിസ്സാരമായ കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് വന്നു ചേരും എന്ന് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസം ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലർക്ക് കുട്ടികൾ ഉണ്ടാകുന്ന എനർജിയുണ്ട്, ചിലരുടെ വിവാഹം നടക്കുന്നത്, വീട് വയ്ക്കുന്ന എനർജി, അല്ലെങ്കിൽ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്ന എനർജി, അങ്ങനെ പല നല്ല തരത്തിലുള്ള നിങ്ങൾക്ക് ഹാപ്പിനെസ് ലഭിക്കുന്ന, സന്തോഷം ലഭിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്കിപ്പോൾ ഇടപെടാൻ സാധിക്കുമോ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുട്ടികളുടെ ജനനം പ്രധാനമായിട്ടും പലർക്കും കുട്ടികളെ നോക്കിയിരിക്കുന്നവർക്ക് ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ ആണ്. ഒരുപാട് ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സണ്ണിന്റെ എനർജി വളരെ സന്തോഷം തരുന്നതാണ്.
അങ്ങനെ നല്ല ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്ന് ഇവിടെ പറയാം. ഇവിടെ അതുപോലെ ഹെയറോഫന്റ് എനർജിയാണ്. പലരെയും പ്രപഞ്ചത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരെന്ന് വേണമെങ്കിൽ നിങ്ങളെ പറയാം. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് പേർക്കും പലതരത്തിലുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പലതരത്തിലുള്ള മാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു കഴിവ് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ മറ്റുള്ളവരെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് നയിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ കിട്ടിയിട്ടല്ലേ, നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങളിൽ ദൈവികമായ ഒരു എനർജി നിങ്ങൾക്കുണ്ടാവുന്നു. നിങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള സാധ്യത, അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കഴിവ് നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ തന്നെ മറ്റുള്ളവരെ നിങ്ങൾക്ക് നല്ല വഴിയിലൂടെ നയിക്കാൻ സാധിക്കും. ചില മംഗളകർമ്മങ്ങൾക്ക് നിങ്ങളെ സാക്ഷിയാക്കി വിളിക്കുന്ന എനർജി ഉണ്ട് ഇവിടെ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷകരമായ കാര്യങ്ങളിൽ ഇടപഴകാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ക്ഷണിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ബോഡി, സ്പിരിറ്റ്, മൈൻഡ് ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധമുള്ള ആൾക്കാരാണ് നിങ്ങളെന്നും ഇവിടെ കാണുന്നുണ്ട്. ഡിവൈൻ മസ്കുലൈൻ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നോളജ് ഉള്ളവരാണ് നിങ്ങൾ, ഒരുപാട് എഡ്യൂക്കേഷനും ഒക്കെ ഉള്ളവരാണ് നിങ്ങളെന്ന് ഇവിടെ കാണുന്നുണ്ട്. മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് കഴിവുകളുള്ള നല്ല വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്ന് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ടെമ്പറൻസ് വന്നിട്ടുണ്ട്. Two of Wands, Two of Swords, Page of Pentacles, the Moon, the Lovers. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇവിടെ നിങ്ങൾ ടീം വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടാവാം. ആ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് മറ്റുള്ളവരോടും കൂടെ ആലോചിച്ച് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനായിട്ട് നിങ്ങൾ എഫർട്ട് എടുക്കുന്നുണ്ട്, അതിനായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എന്താണ്, ഇവിടെ 3 എനർജി വന്നിട്ടുണ്ട്. ഈ 3 എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പേടി, ഭയം, ആകുലത, സബ്കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. അത് നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതൊന്നും നിങ്ങളുടെ മുഖത്ത് പ്രകടമാകുന്നില്ല. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് സമൂഹത്തെ ഒരു പേടി ഉള്ളതുപോലെ ഇവിടെ കാണുന്നുണ്ട്. അതിന് മാത്രം നിങ്ങളിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അത് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സമൂഹത്തിൽ ആരെങ്കിലും നിങ്ങളെ പറ്റി എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ചിന്തകളാവും. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊള്ളട്ടെ, നിങ്ങൾക്കത് മൈൻഡ് ചെയ്യാതെ നടന്നാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഈ പ്രശ്നം നിങ്ങൾ ഇവിടെ നിന്നും റിക്കവർ ചെയ്ത് പോകും മുന്നോട്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം അടുത്തായിട്ട് ഇത് ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ടെമ്പറൻസ് എനർജി ഉണ്ട്. ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും ലൈഫ്. നിങ്ങൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ ആർക്കേഞ്ചൽ ഗബ്രിയേൽ മാലാഹ, ആർക്കേഞ്ചൽ ഗബ്രിയേൽ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ്. അതുപോലെ സമ്പത്തും സമൃദ്ധിയും ഒക്കെ നിങ്ങളിലേക്ക് തരുന്നുണ്ട്. ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. റെയിൻബോ കണ്ടില്ലേ? ഇവിടെ ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നിഷ്കളങ്കമായ ഭാവത്തോടെ, കളങ്കമില്ലാത്ത സ്വഭാവത്തോടു കൂടി നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഇടപഴകാൻ സാധിക്കുന്നു, പെരുമാറാൻ സാധിക്കുന്നു. അങ്ങനെ അവരുടെ സ്നേഹം നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ ആവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ബാലൻസ് ചെയ്ത് സമതുലിതമായ ഒരു അവസ്ഥയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും ഒന്നും നിങ്ങളെ ഏശുന്നില്ല എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. അതുപോലെ ഇവിടെ എന്തോ നിങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. ആരെങ്കിലും നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടാവാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നിങ്ങളിവിടെ കാത്തു നിൽക്കുന്ന എനർജി ഉണ്ട്. അല്ലെങ്കിൽ എന്തോ ഒന്ന് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾ കാത്തു നിൽക്കുന്ന എനർജിയാണ്. അവരുമായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്ത് പോകാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നു. ഇവിടെ ഇത് ലവേഴ്സ്, മേജർ അർക്കാനയുടെ ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഫസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ആൾക്കാർ, ഒരുപാട് സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്ന ആൾക്കാരാണ്. മനസ്സിലായില്ലേ? അത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ വീണ്ടും ഇവിടെയും ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെയും ഇവിടെ കാണാൻ സാധിക്കുന്നു. ദൈവികമായ റൊമാൻറ്റിക് ലവ് ആണ് ഇവിടെ
ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് പറയാം. അങ്ങനെയുള്ള ലവ് നിങ്ങൾക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റുന്നു. ഒരുപാട് ഇവിടെ നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് വാങ്ങിക്കാനും പരസ്പരം ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഇവിടെ വരികയാണ്. പലർക്കും ഈ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടാൻ പോകുന്നു. പലരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്ന് ഇവിടെ പറയാം. ഇവിടെ 2 ഓഫ് സോർഡാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ എന്തോ 2 കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. അത് നിങ്ങൾക്ക് കണ്ണു തുറന്ന് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ശരിയായ രീതിയിൽ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വിഷമം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇത് നിങ്ങളിൽ നിന്ന് മാറിക്കിട്ടുന്നതാണ് ഈ ഒരു പ്രശ്നം എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പേജ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. കണ്ടില്ല, നിങ്ങളിൽ പലർക്കും ജോലി കിട്ടാനുള്ള സാധ്യത. ചിലപ്പോൾ ഇതിനെക്കുറിച്ചായിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു ചിന്ത വന്നിരിക്കുന്നത്. ജോലി കിട്ടാനുള്ള സാധ്യത, അതുപോലെ സാമ്പത്തികം ലഭിക്കാനുള്ള സാധ്യത, അത് ഒരുപാട് കിട്ടാനുള്ള പൈസ കിട്ടുന്ന എനർജി, സാമ്പത്തികപരമായ സ്രോതസ്സുകൾ ഏതെങ്കിലും വഴിയിലൂടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരാനുണ്ടോ അത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. ആർക്കൊക്കെ ഇവിടെ സാമ്പത്തികം ലഭിക്കാൻ പോകുന്നുണ്ട്. ചെറിയ ലോട്ടറികളായിട്ടാവാം, അല്ലെങ്കിൽ പ്രയത്നത്തിന്റെ ഫലമാവാം. എന്തായാലും ശരി, പലർക്കും സാമ്പത്തികം ലഭിക്കുന്ന എനർജി ഇവിടെ ഉണ്ട്. നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് നോക്കാം. ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് വേണ്ടി ഈ മാസം തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്ന് നോക്കാം. ഒക്ടോബർ മാസത്തിൽ ഏഞ്ചൽസ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താണ്? ഇവിടെ പറയുന്നത് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. അതുപോലെ റിമെയിൻ പോസിറ്റീവ്, ഡോണ്ട് സ്റ്റോപ്പ്, ചൂസ് എ ന്യൂ ഡയറക്ഷൻ. ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഹെൽപ്പ് വേണോ? മറ്റുള്ളവരോട് ചോദിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള സഹായം നിങ്ങൾക്ക് വേണമെങ്കിൽ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് നല്ല വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടാം. നല്ല വ്യക്തികളോട് ചോദിക്കണം. അല്ലാതെ മറ്റുള്ള എല്ലാവരോടും നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കുന്നത് ശരിയാവില്ല കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള നല്ല വ്യക്തികളോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം അത്യാവശ്യമാണെങ്കിൽ എന്നാണ് ഇവിടെ പറയുന്നത്. ചൂസ് എ ന്യൂ ഡയറക്ഷൻ. ഇനി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായാലും ശരി, ഒരു വഴിയിലൂടെ പോയി നോക്കിയിട്ട് ശരിയായിട്ടില്ല, നിങ്ങൾക്ക് മറ്റൊരു ഡയറക്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് എന്നും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ വിദേശത്ത് പോയി ജോലി നേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ വേറൊരു വഴി നോക്കുക. വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറി ആ ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ തുടങ്ങാം. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെയുള്ള ചില സമയങ്ങളിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ചില കാര്യങ്ങൾ വന്നു ചേരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ഷൻ ഒന്ന് മാറ്റി നോക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ റിമെയിൻ പോസിറ്റീവ്, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. എന്നാൽ ചോദിക്കുക, എപ്പോഴും അങ്ങ് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. കഴിയുന്ന അത്രയും സമയം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയെ നിങ്ങൾ ഹീൽ ചെയ്ത് മാറ്റിയെടുക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾ അതിനെ തള്ളിക്കളയുക, നിങ്ങൾ അതിനെ സ്വീകരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. മനസ്സിനുള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്നതായ ഒരുപാട് മോശകരമായ സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾക്കതൊക്കെ അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങൾ, വിഷമകരമായ അവസ്ഥകളെ നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാൻ പാടില്ല. അവിടെയാണ് നിങ്ങൾക്ക് അതിനെ മാറ്റിയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് വരിക. ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട വ്യക്തിയല്ല, ഞാൻ എന്തിനാണ് ഇപ്പോൾ അതിങ്ങനെ വിഷമിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമല്ലോ ഇത് നേടിയെടുക്കാൻ, എന്തിനാണ് പിന്നെ മറ്റുള്ളവരുടെ കാല് പിടിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ള മോശകരമായ സാഹചര്യത്തിൽ ഞാനിപ്പോൾ ഓർക്കേണ്ട കാര്യം എന്താണ്? എന്നെ കൊണ്ട് അതിനെ സാധിക്കുമല്ലോ, അതിനെ കളയാൻ എന്നെ കൊണ്ട് സാധിക്കുമല്ലോ. ഇതൊക്കെ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരണം. അതാണ് നല്ലത്. കണ്ടില്ലേ? ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണ്ട. നിങ്ങൾ തീർച്ചയായും എന്തിനെങ്കിലും എഫേർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി ഒന്ന് നോക്കിയിരിക്കുന്നുവെങ്കിൽ, എന്തെങ്കിലും സ്ഥാപനം തുടങ്ങാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട. നിങ്ങൾ മുന്നോട്ട് തന്നെ വന്നോളൂ. കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഇടയ്ക്ക് വെച്ച് ഒന്നും നിർത്തിവെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏഞ്ചൽസ് തരുന്ന മെസ്സേജസ്. ഇതൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തത് ഇവിടെ
ഇതാണ് ഫസ്റ്റ് കാർഡാണ്. കണ്ടില്ലേ, നമ്പർ 3 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നവഗ്രഹങ്ങളിൽ വ്യാഴത്തിന്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ഫെർട്ടിലിറ്റിയാണ്. ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എന്താണെന്നുള്ളത്. ഇവിടെ ഒരു ഗർഭാവസ്ഥയാണ്, പ്രഗ്നൻസി സ്റ്റേജ് ആണ്. ഇവിടെ പലർക്കും കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത, അല്ലെങ്കിൽ പ്രഗ്നൻസി സ്റ്റേജിലേക്ക് കടക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, നിങ്ങളിപ്പോൾ എന്തെങ്കിലും വിഷമകരമായ സാഹചര്യങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണോ, അവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. ആ ഒരു വിഷമകരമായ സാഹചര്യങ്ങളെ മറികടന്ന് ഓവർകം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരാം. അതായത് നിങ്ങൾ ശ്വാസം മുട്ടിക്കഴിഞ്ഞിരിക്കുന്ന പല അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തതായി നമുക്ക് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോകാം. എന്തൊക്കെയാണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തത്? കണ്ടില്ലേ, സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തത് ഇതാണ്. നമുക്ക് നോക്കാം എന്താണ്. കിങ് ഓഫ് വാൻഡ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അടുത്തത് 4 ഓഫ് വാൻഡ്സ്. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് സോർഡ്സ്, 8 ഓഫ് സോർഡ്സ്, Six of Cups, the Fool, King of Swords, Nine of Pentacles, Nine of Wands, The World. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എന്താണ്? ക്യൂൻ ഓഫ് സോർഡ്സ് ആണ്. ക്യൂൻ ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന അവസ്ഥയാണ്, ഇൻഡിപെൻഡന്റ് ആവുന്നു, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് ലഭിക്കുന്നു. അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി നല്ല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതുവഴി നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ ഒരു സക്സസ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൻഡ്സ് ആണ്. കിങ് ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് പലർക്കും ചെറിയ ചെറിയ ഈഗോ ഉള്ളിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എല്ലാവരെയും ഒന്നും ശ്രദ്ധിക്കുകയില്ല. സമൂഹത്തിലായാലും നിങ്ങൾക്കൊരു വിലയും നിലയും ഒക്കെ ഉണ്ട്, പക്ഷെ മറ്റുള്ളവരെല്ലാവരും പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കേൾക്കുന്നില്ല എന്നുള്ള ഒരു എനർജി മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ വാൻഡ്സ് ഫയർ സൈൻ ആണ്, ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി. അപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്, നല്ല പ്രൊട്ടക്റ്റീവ് ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ട്. സമൂഹത്തിലൊക്കെ നിങ്ങൾക്കൊരു വിലയും നിലയും ഒക്കെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ കരിയർ ലൈഫിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നല്ല പ്രോഗ്രസ് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിച്ചു വരും. നിങ്ങളെ വിശ്വസിച്ച് മറ്റുള്ളവർ ആദരിക്കുന്നു, അതുപോലെ തന്നെ പ്രശംസിക്കുന്നു, അനുസരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു. കാരണം അതുപോലെ തന്നെ നിങ്ങൾ എഫർട്ട് എടുത്തിട്ടുള്ള കാര്യത്തിന് അത് കരിയർ സംബന്ധമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജോബ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതുവഴി നിങ്ങൾ ഒരുപാട്
മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ 4 of Wands ആണ്. Wands ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. കുടുംബസഹിതം ആഘോഷിക്കുന്ന എനർജിയാണ്. കുടുംബസഹിതം സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. ഇവിടെ കുഞ്ഞിന്റെ ജനനം വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു. അതിനൊരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട്, ഒരു ഭദ്രത. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടുപേർ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം, അല്ല എങ്കിൽ കുട്ടികളെ ഇല്ലാതിരുന്നിട്ട് അതിനെക്കുറിച്ചുള്ള വിഷമം, എന്നും മനസ്സമാധാനമില്ലാത്ത ഒരവസ്ഥ, മനസ്സിന് സന്തോഷമില്ല. കാരണം എന്താണ്, ആഗ്രഹിച്ച കുഞ്ഞ് ലഭിച്ചിട്ടില്ല, ഉള്ള കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടാവാം, അവരെ കൊണ്ടൊരു സന്തോഷമില്ലാത്ത അവസ്ഥ ഒക്കെയും നിങ്ങൾ കടന്നു പോയിട്ടുള്ള സിറ്റുവേഷൻ ആകാം. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് വീണ്ടും നല്ല ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള നല്ലൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു. പുതിയ വീട് വെച്ചിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ കുഞ്ഞിന്റെ ജനനം, പാലുകാച്ച്, ഇതൊക്കെ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഏഞ്ചൽ നമ്പേഴ്സ്, ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അതായത് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇവിടെ പിണങ്ങിയിരുന്നവർ വന്നു ചേരുന്നു, റീയൂണിയൻ സംഭവിക്കുന്നു. ടീം വർക്ക് ചെയ്തൊരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഏതെങ്കിലും ഒരു ബിസിനസ് കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ടീം വർക്ക് ചെയ്ത് അതിലൊരു സക്സസ് നിങ്ങൾക്ക് നേടാൻ കഴിയും. കാരണം ഇവിടെ 4 Wands ആണ് വന്നിരിക്കുന്നത്. നല്ല സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളിലൂടെയും നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മനസ്സിലായില്ലേ? ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ ഇവിടെയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ എനർജി ഇവിടെ നല്ല വിധത്തിൽ ഹാപ്പിനെസ് അനുഭവിക്കുന്ന, ജീവിതം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന, എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ 1111 എന്നുള്ള നമ്പർ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങളുടെ തുടക്കമാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. മാറ്റങ്ങളുടെ തുടക്കം മാത്രമാണ്, മാറ്റങ്ങളായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവാം. അതിനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ആ വ്യക്തികളുടെ മെസ്സേജോ അല്ലെങ്കിൽ അവർ ഒന്ന് വിളിക്കുക എന്തെങ്കിലും ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവർക്ക് നിങ്ങളെ കാണാതെ ഒരുപാട് പ്രയാസമുള്ളതായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് ഓടിയെത്തുന്നുണ്ട്. അല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ, അതിനായിട്ടൊരു റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും നിങ്ങളിലേക്ക് നല്ല ഒരു ചേഞ്ച് ഇപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു ചേഞ്ച് നിങ്ങൾക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോഡ് എയർ സൈൻ ആണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരുപാട് സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണെന്ന് കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ അനുഭവിക്കുന്നതാവാം. നിങ്ങൾ സ്വയം വരുത്തി വെച്ച ചില വിനകളും ആവാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ അകപ്പെട്ടിട്ട് നിങ്ങൾക്ക് അതിലൂടെ മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. മനസ്സിലായില്ല? അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന അനുസരിച്ച് ജീവിക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ലായ്മ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ആരും അംഗീകരിക്കുന്നില്ല, മറ്റുള്ളവർ പറയുന്നതെല്ലാം നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു സ്ഥാനവും ഒരു വിലയും നിലയും ഒരു സ്ഥാനവും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഇല്ല എന്നുള്ള ഒരു ചിന്തയോടുകൂടി നിങ്ങൾ ഒത്തിരി മാനസികമായിട്ട് തളർന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ ഈ ഒരു ബന്ധനത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നും ഇവിടെ പറയുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ മതി. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത്. ഇവിടെ പിരിഞ്ഞുപോയവരുടെ ഇന്നസെന്റ് ആയിട്ട് വളരെയധികം നിഷ്കളങ്കരാണ്. അത്തരത്തിലുള്ള പ്യുവർ ആയിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ള ലവ് കൂട്ടുകാരുടേതാവാം, അതല്ലെങ്കിൽ ലവേഴ്സ് തമ്മിൽ പാർട്ട്ണർ പിണങ്ങിപ്പോയിട്ട് തിരികെ വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് സ്നേഹിച്ചവർക്ക് ഒരുപാട് കാലം പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ സ്നേഹത്തിന്റെ ഒരു മാറ്റം വരികയാണ്. കളങ്കമില്ലാത്ത സ്നേഹം, ഉപാധികളില്ലാതെ സ്നേഹിച്ചവരാവാം. അതുകൊണ്ടാണ് വീണ്ടും വന്നു ചേരുന്നത്, അല്ലെങ്കിൽ വന്നു ചേരാൻ കഴിയുന്നത്. അല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അകന്നിരിക്കുന്ന വ്യക്തികൾ ഇവിടെ വന്നു ചേരുന്നു. അല്ലെങ്കിൽ എന്നേക്കുമായിട്ടൊരു അകൽച്ച ഉണ്ടാവാം. ഉപാധികളോടുകൂടി സ്നേഹിക്കുക, അൺകണ്ടീഷണൽ ലവ് ആണ് ഇവിടെ. അത് ഉപാധികളോടുകൂടി സ്നേഹിക്കുക, ആരുടെയെങ്കിലും സാമ്പത്തികം കണ്ടിട്ട് സ്നേഹിക്കാൻ പോവുക, അല്ലെങ്കിൽ പെട്ടെന്നൊരു സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിട്ട് അല്ലെങ്കിൽ ആകൃഷ്ടയായിട്ട് ഒരു സ്നേഹത്തിന് പോവുക, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തീർന്നു പോകുന്ന സ്നേഹമാണ്. മനസ്സിലായില്ലേ? അതേ സമയത്ത് ഒന്നും ആഗ്രഹിക്കാതെ, മറ്റുള്ളവരിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കാതെയുള്ള സ്നേഹം, അത് ഫ്രണ്ട്സ് തമ്മിലാവാം. മനസ്സിലായില്ലേ? അപ്പോൾ അത് ലവേഴ്സ് തമ്മിലും ആകാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്നേഹത്തിന് എന്നും
വില കാണും. ആ ഒരു സ്നേഹം എന്നും നിലനിൽക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അത് എവിടെ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോയാലും എങ്ങനെയെല്ലാം പിരിഞ്ഞു പോയാലും വീണ്ടും നിങ്ങൾ ഒന്നു ചേരുന്ന ഒരു എനർജി ഇവിടെയുണ്ട്. ഇവിടെ ഒരു റീയൂണിയൻ നടക്കുന്ന എനർജിയുണ്ട്, റീകൺസിലേഷൻ ഇവിടെ നടക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. 6 ഓഫ് കപ്സ്, സ്നേഹത്തിനൊരു മാറ്റം വരികയാണ്. ആ ഒരു മാറ്റം എന്ന് പറയുന്നത് പഴയതിനേക്കാളും സുദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഫൂളാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു തുടക്കം ഇവിടെ കണ്ടില്ലേ. ഇങ്ങനെ വന്നിട്ട് ചിലപ്പോൾ ഒരു പുതിയ തുടക്കമാകാം, ഒരു ജോലി കിട്ടിയിട്ട് ജീവിതത്തിന് ഒരു പുതിയ തുടക്കമാകാം, അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം തന്നെ ഒരു ഡിവൈൻ ബ്ലിസ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു അവേക്കണിങ് സംഭവിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആത്മീയമായ ഒരു എനർജി നിങ്ങൾക്ക് ലഭിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന ഒരവസ്ഥ. അതിലൂടെ നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. മറ്റൊന്നും എനിക്ക് വേണ്ട, ഞാൻ യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്ത് തടസ്സങ്ങളുണ്ടായാലും എന്ത് പ്രതിസന്ധികളുണ്ടായാലും എന്നെ യൂണിവേഴ്സ് നോക്കിക്കൊള്ളും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഇവിടെ. പുതിയൊരു ലൈഫിന്റെ തുടക്കമാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. കിങ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ഫ്രീഡം കിട്ടുന്ന അവസ്ഥ. ചുറ്റിനും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്നെ അതൊന്നും ബാധിക്കില്ല, ഞാനിതൊന്നും വകവയ്ക്കില്ല, ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇവിടെ അതോറിറ്റി പവർ കൈവരുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അടുത്തതായിട്ട് ഇവിടെ 9 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. 9 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നുണ്ട്. ധാരാളമായി അബണ്ടൻസ് വരുന്ന എനർജിയാണ് ഇവിടെ. സാമ്പത്തികം തന്നെയാണ് സമ്പത്ത്. പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ നിങ്ങൾ ചില ഷോപ്പുകൾ തുടങ്ങുന്നുണ്ടാവും, ബ്യൂട്ടി പാർലറുകൾ ഒക്കെയും, ചിലപ്പോൾ വീടുകൾ വാങ്ങിക്കുന്ന എനർജി ആവാം, വിവാഹം നടക്കുന്ന എനർജി, വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്ന എനർജി. ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാവാം, നല്ല സൗന്ദര്യമുള്ള ആൾക്കാരാവാം. ഇവിടെ കണ്ടില്ലേ, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷകൾ പൂവണിയുന്ന സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഈ ഒരു മാസം ചിലപ്പോൾ ഒരുപാട് പേർക്ക് പ്രതീക്ഷകൾ പൂവണിയുന്ന മാസമായിരിക്കാം. കണ്ടില്ലേ, ഇവിടെ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നു. ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ, അതായത് ഇവിടെ സേക്രൽ ചക്രയുടെ ആക്ടിവേഷൻ ഉണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പല വിധത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇതെല്ലാം ഇവിടെ ദൈവാനുഗ്രഹമാണ് വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എഫോർട്ട് എടുക്കുന്നതിന് ഒരു റിവാർഡ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ പ്രതിഫലം ലഭിക്കുന്നു. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാത്തിരിപ്പാണ്. 9 ഓഫ് വാൺസ് ഫയർ സൈൻ, ഏരിസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ എന്തിനോ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇതിലൂടെ നിങ്ങൾക്ക് സഫലമാകുന്നുണ്ട്. ഈ ഒരു ആഗ്രഹം കൂടി വന്നു ചേർന്നാൽ മാത്രം നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. ചിലപ്പോൾ പിരിഞ്ഞു പോയവരെ നോക്കിയിരിക്കുകയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും കൂടെ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇവിടെ നോക്കി നിൽക്കുന്ന എനർജി ആവാം. ചിലപ്പോൾ വിദേശത്തൊക്കെ പോകാൻ വേണ്ടിയായിരിക്കാം. ഇവിടെ എന്തായാലും കുറച്ചൊന്ന് സക്സസിലേക്ക് വരാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. ഇതിവിടെ നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക. അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ, വേൾഡ് ആണ് വന്നിരിക്കുന്നത്. വിദേശവാസം സാധ്യമാകുന്ന എനർജിയാണ്. വിദേശത്ത് പോകാൻ ഒരുപാട് പേർ ശ്രമിച്ചിട്ടുണ്ടാവും, അവർക്കത് വിദേശവാസം സാധ്യമാകുന്നതാണ്. ജീവിതത്തിന് ഇവിടെ ഒരു തുടക്കം വരികയാണ്. മുന്നോട്ട് നല്ലൊരു ലൈഫിലേക്ക് മുന്നോട്ട് വരികയാണ് ഇവിടെ ചെയ്യുന്നത്. പാസ്റ്റ് ലൈഫിലേക്ക് ഒന്ന് മാത്രം ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്, പക്ഷെ ബോഡി ആയിരുന്നത് എന്താണ്, മുന്നോട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് വരികയാണ്. പല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഒരുപാട് പേർക്ക്. കണ്ടില്ലേ, ഈ ഒരു അവസ്ഥയിലേക്ക് ഒരുപാട് പേർക്ക് വരാൻ സാധിക്കും. നല്ലൊരു ചേഞ്ചിലേക്ക്, യാത്രകളിലേക്ക്, സെലിബ്രേഷനുകളിലേക്ക്, എൻജോയ്മെന്റിലേക്ക്, ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ആഗ്രഹം സഫലമാകുന്നത്, ഹാർമണി, ഐക്യം പ്രാപിച്ച നല്ല ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത. അപ്പോൾ ഇവിടെ കംപ്ലീഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹെർമിറ്റ് മൂഡാണ്. ദ മജീഷ്യൻ, Eight of Cups, Page of Wands, Six of Cups. തീർച്ചയായിട്ടും 6 ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട്. ഒരുപാട് പേർ കൂടെ ചേരുന്നുണ്ട്.
റീയൂണിയൻ സംഭവിക്കുന്നുണ്ട്, ഇവിടെ റീകൺസിലേഷൻ സംഭവിക്കുന്നു, കൂടെ ചേർന്ന് നല്ലൊരു ലൈഫിലേക്ക് പോകാനുള്ള എനർജി ഇവിടെ ഉണ്ട്. ഇവിടെ അതുപോലെ തന്നെ ബ്രേക്കപ്പ് വിട്ടുപോവുകയാണ്. അത് ഭൗതികപരമായ സന്തോഷങ്ങൾ ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ നിന്നും മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത്. കാരണം ഇപ്പുറത്തെ ഒരുപാട് പേരുടെ സ്നേഹമുണ്ട്, അതൊന്നും കാണാതെ എനിക്കിതിനി വേണ്ട, എനിക്ക് ജീവിതം മതിയായി എന്നുള്ള ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് സ്പിരിച്വലി കണക്ട് ആവാനുള്ള ഒരു പോക്കാണ് ഇവിടെ കാണുന്നത്. ഒരു ഹെർമിറ്റ് മൂഡിലേക്ക് പോകാം എന്നൊക്കെ വിചാരിച്ചിട്ട് ജീവിതത്തിൽ നിന്നും എല്ലാം വിട്ടിട്ട് മുന്നോട്ട് പോവുക. ഇവിടെ മജിഷ്യന്റെ എനർജി ഉണ്ട്, ഇവിടെ ഹെർമിറ്റ് മൂഡ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെ ഈ ഉൾവിളികളെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാത്തിൽ നിന്നും ഒരു വിടുതൽ, ഫ്രീ ആവുക, ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് എന്താണ്, ദൈവികതയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. അതാണ് ഇവിടെ വിചാരിക്കുന്നത്, ഇവിടെ ചിന്തിക്കുന്നത് അതാണ്. ദൈവികതയിലേക്ക് പോവുകയാണ്. മനസ്സിലായില്ലേ? ഇതുവരെയുള്ള ആ ഒരു ജീവിതത്തിൽ നിന്നും പിന്നെ ഒരു തിരിഞ്ഞു നോട്ടം, ആ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവികതയാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള ആ ഒരു പോക്ക്, സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു യാത്ര, ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ മജീഷ്യന്റെ എനർജി ഒരുപാട് സൗഭാഗ്യങ്ങളെ നിങ്ങൾക്ക് തരുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ വർക്ക് നിങ്ങൾക്ക് സഫലമാകുന്ന എനർജിയാണ്. അതുപോലെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം, സോൾമേറ്റിനെ കണ്ടുമുട്ടാൻ പോകുന്നുണ്ട് നിങ്ങളിവിടെ. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് സക്സസ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് മജീഷ്യൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ആ ഒരു മജീഷ്യന്റെ എനർജി വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇവിടെ നല്ല കഴിവുകളുള്ള വ്യക്തികളാണ്. എന്നിട്ട് നിങ്ങൾ സ്വയം ആലോചിക്കണം, എനിക്ക് ഒരുപാട് കഴിവുകൾ എനിക്കുണ്ട്, മറ്റുള്ളവരെ അപേക്ഷിച്ച് എനിക്ക് പടം വരയ്ക്കാൻ കഴിവുണ്ട്, എനിക്ക് പാടാൻ കഴിവുണ്ട്, എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിവുണ്ട്, എനിക്ക് പെയിന്റ് ചെയ്യാൻ കഴിവുണ്ട്, എനിക്ക് തയ്യൽ അറിയാം, സ്റ്റിച്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കഴിവുകൾ നിങ്ങൾക്കുള്ളത് ഓരോന്നോരോന്ന് നിങ്ങൾ നോക്കൂ. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മടിപിടിച്ച് വീട്ടിലിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് അതിലൂടെ ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാലോ നല്ല സക്സസിലേക്ക് മുന്നോട്ട് വരാൻ കഴിയും. ജീവിതം മുഴുവനും നിങ്ങൾക്ക് സന്തോഷമായിരിക്കുവാനും സാധിക്കും. അപ്പോൾ തന്നെ ദൈവികമായ കടാക്ഷം നിങ്ങളിലേക്ക് വരും. മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ചിന്തിക്കുക. ഞാനിങ്ങനെ മറ്റുള്ളവരുടെ ഒരുപാട് നിന്നാവാക്കുകളൊക്കെ കേട്ടിട്ട് ഇരിക്കേണ്ടവനല്ല. പലരും മറ്റുള്ളവരുടെ നിന്നാവാക്കുകൾ കേട്ട എന്താണ്, ഒരു വരുമാന മാർഗമില്ലാതെ ഒക്കെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ നിന്ദിക്കും. അങ്ങനെ മറ്റുള്ളവരുടെ നിന്നയ്ക്ക് പാത്രമാകേണ്ട കാര്യമില്ല. കാരണം അപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കണം, എനിക്ക് എന്തിനാണ് ഇതിന്റെ ആവശ്യം, ഞാനിത് കേൾക്കേണ്ടവനാണോ, എനിക്ക് നല്ല കഴിവുള്ളവനാണല്ലോ, അപ്പോൾ കഴിവുള്ളവളാണല്ലോ, എന്നെ കൊണ്ട് ഈ ജോലി ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ചെറിയ ചെറിയ ജോലികൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയ ആൾക്കാരാവാൻ സാധിക്കും, വലിയ സന്തോഷങ്ങളിലേക്ക് വരാൻ സാധിക്കും, ഒരുപാട് മണി ഏൺ ചെയ്യാനും സാധിക്കും. ഇവിടെ പേജ് ഓഫ് വാൻസ് ആണ്, ആരെയോ കാത്തു നിൽക്കുകയാണ്. മനസ്സിലായില്ല? ആരോ വരുന്നു, ആരുടെയോ മെസ്സേജ് വരുന്നോ കാൾ വരുന്നോ എന്നൊക്കെയുള്ള ശ്രദ്ധയാണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ കൂടിച്ചേരുന്ന എനർജി 6 ഓഫ് കപ്സ്, നിഷ്കളങ്കമായ സ്നേഹം. അത് കളയാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. ആ സ്നേഹത്തിലേക്ക് വീണ്ടും ആകർഷിക്കപ്പെടുന്നുണ്ട്. സ്നേഹം നിഷ്കളങ്കമാണെങ്കിൽ അവിടെ ഒരു ആകർഷണം വരും. സിൻസിയർ ആണോ പ്യുവർ ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തെല്ലാം ഇനിയും വായിലൂടെ പറഞ്ഞാലും നാക്കെടുത്ത് എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ സംസാരിക്കാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്നാകും. കാരണം എന്താണ്, അവിടെ ആ ഹൃദയം കൊണ്ടുള്ള ആ ഒരു നിഷ്കളങ്കത അവിടെ കൂടിച്ചേരുന്ന സ്നേഹത്തിന് പാത്രമാകുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഇവിടെ റീകൺസിലേഷൻ, റീയൂണിയൻ ഒക്കെ നടക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, ഇവിടെ ഫോക്കസ് ആണ്. ഫോക്കസ് എന്ന് പറയുമ്പോൾ ഇവിടെ ചീറ്റ എന്ന ആനിമലാണ്. ഈ ചീറ്റ എന്ന ആനിമൽ നമ്മുടെ സ്പിരിറ്റ് ഗൈഡ് ആണ്. സ്പിരിറ്റ് ഗൈഡ്സിൽ ഏറ്റവും നല്ല ഒരു സ്പീഡിൽ ഓടുന്ന ഒരു ആനിമലാണ് ഇത്. ഈ ആനിമൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നതാണ്. കാരണം എന്താണ്, എന്തിനെയെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യുക, എന്തിനെയെങ്കിലും ഒന്ന് ലക്ഷ്യം വെച്ചോ. ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ, മജീഷ്യന്റെ എനർജി വന്നപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുകയാണോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് എത്തിപ്പിടിക്കാൻ സാധിക്കും. ഇവിടെ ഈ ചീറ്റ എന്ന് പറയുന്ന ആനിമൽ എന്താണ്, ഒരു ഇരയെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, അതിനെ ലക്ഷ്യം വെച്ച് ചാടിക്കഴിഞ്ഞാൽ അത് കൈക്കലാക്കും. മനസ്സിലായി? അത് അതിന്റെ കൈക്കുള്ളിലാക്കി തീർത്തിരിക്കും, അത് അതിന്റെ വായ്ക്കുള്ളിലാക്കി തീർത്തിരിക്കും, അത് പിടിച്ചെടുത്തിരിക്കും. അത് എന്ന് പറയുന്നവരാണ് ഫോക്കസ് ചെയ്യാൻ ഏറ്റവും മിടുക്കനായ ഒരു ആനിമലാണ് ഇതെന്ന് പറയാം. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ വേണം നിങ്ങൾ കുതിച്ചെടുക്കണം, നിങ്ങൾ ചാടി പിടിച്ചെടുക്കണം നിങ്ങളുടെ സക്സസിനെ. ആ ലക്ഷ്യം കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനം മനസ്സിൽ ഉറപ്പിക്കണം, അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ ചാടി പിടിക്കുക. മനസ്സിലായി? അത് കൈപ്പിടിയിൽ ഒതുക്കാതെ സമാധാനം വരരുത്. എന്നിട്ട് വേണം നിങ്ങൾക്ക് സന്തോഷം ആസ്വദിക്കാൻ, സെലിബ്രേറ്റ് ചെയ്യാൻ ജീവിതം. അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതൊക്കെയാണ് രണ്ടാമത്തെ
കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.